അപ്പോഴേ ഞാനിന്ന് എലിയെയും പെരിച്ചാഴിയൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാം എന്നുള്ളൊരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഒന്ന് ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ എസൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുക. ഇനി നമുക്ക് അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് ഈ പൊടിച്ച കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. നമുക്ക് പൊടിച്ച കടുക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലൊരു സാധനമാണ്, നല്ലൊരു കഴിവുണ്ട് അതിന്. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു സ്മെല്ലടിച്ചാൽ ഇഴജന്തുക്കളൊന്നും പരിസരത്ത് വരില്ല. അതുപോലെ തന്നെ പെരിച്ചാഴിയൊക്കെ വരുന്ന സ്ഥലത്ത് ചെടിയുടെ ഭാഗത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, കടുകിൻ്റെ വേസ്റ്റ് നമുക്ക് കളയണ്ട. ഇനി കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും മാത്രം മതി. ഇനി ഞാൻ ഒന്നും ചേർക്കുന്നില്ല. ഇത് നമുക്കൊരു കുപ്പിക്കകത്തോട്ടാക്കിയിട്ട് മൂടിയിൽ ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തുനിന്ന് വരുന്ന പ്രാണികൾ, ബാഡ് സ്മെല്ല് എല്ലാം ഇല്ലാതാവും കേട്ടോ. നല്ലൊരു കഴിവാണ് കടുകിന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അരിപ്പയിൽ അരിച്ചെടുത്തത് നമുക്ക് ആ സിങ്കിൻ്റെ ഭാഗത്ത് തൂക്കിയിടുമ്പോഴത്തേന് അവിടെ വരുന്ന ഒരു സ്മെല്ലടിച്ചിട്ട് പല്ലി, പാറ്റ ഒന്നും തന്നെ അടുക്കത്തില്ല കേട്ടോ. ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അപ്പോൾ 2-3 ദിവസം ഇതിങ്ങനെ കിടക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പം ബാക്കിയുള്ളത് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലി, പാറ്റ, എലി, അതേപോലെ പെരിച്ചാഴി, പാമ്പ് വരുന്ന സ്ഥലത്ത് ചെടികളുടെ ഭാഗത്ത് എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു ശല്യമേ ഇല്ലാതാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് കെമിക്കൽ പോലും ഇല്ലാത്ത എല്ലാം ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട്, ആവശ്യമുള്ളവർ കാണണേ.